ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജനറൽ സർവീസ് അത്യാവശ്യം മെയിൻ്റനൻസ് വർക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, ഗിയർ ബോക്സിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചാണ് കേട്ടോ. നിലവിൽ നമുക്ക് ഗിയർ ബോക്സ് വീൽ ബെയറിംഗ് ആണ്, അത് മാറ്റണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കണം. അപ്പോൾ നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബെയറിംഗ് ആണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വന്നത്. അതിൻ്റെ സെപ്പറേറ്ററൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ആ ബോളുകളൊക്കെ ചാടിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്തിടാം. അതേപോലെ തന്നെ നമുക്ക് ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ബെയറിങ്ങിനും കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മൾ മാറ്റി കേട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടണ്ടായില്ല. പക്ഷെ അങ്ങനെ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണയേക്കാൾ കുറച്ചും കൂടി ഒരല്പം ഫ്രീ പ്ലേ ഉള്ളതാണ്. C3 ബെയറിംഗ് ആണ്. അതിനേക്കാളും ഒരല്പം കൂടി കൂടുതലുണ്ടോ. നമ്മളിപ്പോൾ എത്ര അഴിച്ചേക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ആ ബെയറിംഗ് കൂടി നമുക്ക് മാറ്റി കളയാം. ആ ബെയറിംഗ് ആ സൈഡ് ഉത്സയിൽ കൂടി മാറ്റാണ് ഏറ്റവും സേഫ് അതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 180 അങ്ങനെ എന്തോ റേറ്റാണ് ആ ബെയറിങ്ങിന് വരാം. അപ്പോൾ അതാണ് നമുക്ക് ആ ബില്ലിനകത്ത് വ്യത്യാസം വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരല്പം താമസം വന്ന പണിയാണ് നമ്മുടെ വണ്ടിക്കുള്ളതേ. എല്ലാവരും നമുക്ക് ഒറ്റയടിക്ക് നിന്ന് തീർക്കൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ബാക്കിയത്തെ വർക്കുകളെല്ലാം തന്നെ പെൻഡിങ് പോകും. അപ്പോൾ അത് നമ്മൾ ഓരോ ടൈം കണക്ക് കെട്ടിയിട്ട് അത് കണക്കും പ്രകാരമാണ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ ചെയ്യുന്ന വർക്ക് നമ്മൾ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തു പോണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ.